രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിത്ത് വൈവിധ്യങ്ങളിൽ നെൽകൃഷി ഇറക്കിയ ഒരു കര നെൽപ്പാടമുണ്ട് പത്തനംതിട്ടയിൽ. ഇത് മാത്രമല്ല, ചില സർപ്രൈസ് കാഴ്ചകളും നിറഞ്ഞതാണ് പുല്ലാട് സ്വദേശി അജയ്കുമാറിൻ്റെ കൃഷിയിടം. കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്ന പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും കൃഷിയിടത്തെ സർപ്രൈസ് വിശേഷവും കണ്ടുവരാം. ഇതാണ് നേരത്തെ പറഞ്ഞ ആ സർപ്രൈസ്. നെൽച്ചെടിയിൽ തീർത്ത യേശുദേവന്റെ മനോഹര ചിത്രം. ആറന്മുള സ്വദേശി അഖിലാണ് നെൽച്ചെടിയിൽ ചിത്രം വരച്ചത്. ആദ്യം ചുവക്കൊടി ഉപയോഗിച്ച് യേശുദേവനെ വരച്ചിട്ട് അതിനുശേഷം നെല്ല് വിതച്ചിട്ട് അങ്ങനെയൊക്കെ എടുത്ത് 2 ആഴ്ച 3 ആഴ്ച. എത്ര ദിവസങ്ങൾ കൂടി നിൽക്കും ഇത് പൂർണ്ണ വളർച്ചെത്തണം വരെ ഈ ചിത്രം ദൃശ്യമാകും? അതൊരു പരിധി വരെ. തൈ വളർന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്. പിന്നെ ഇത് എത്രാമത്തെ തവണയാണ് ഇങ്ങനെ നെൽവിത്തിൽ? 3ാമത്തെ പ്രായം. നേരത്തെ അയ്യപ്പൻ്റെ ശബരിമല നിറപുത്തിരിക്ക് വേണ്ടി ചെറുപ്പുഴക്കാട് ദേവീക്ഷേത്രത്തിന് മുമ്പ് ചെയ്തു. പിന്നെ കൊല്ലത്തൊരു സ്കൂളിൽ ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടേത്. പിന്നെ 3ാമത്തേത്. 20ഓളം നെൽവിത്തിനങ്ങൾ, ദീർഘസഞ്ചാരത്തിലൂടെ വിത്ത് ശേഖരണം, തരിശുഭൂമി കൃഷിയോഗ്യമാക്കി, മഴ ലഭ്യത കുറഞ്ഞ സമയത്ത് കരനെൽ കൃഷി, ആഴ്ചയിൽ 1 നന എന്ന ഗവേഷണ രീതി. അജയ്കുമാർ വെല്ലുഴത്തിലിന്റെ പുല്ലാടുള്ള ഈ കൃഷിയിടത്തിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ നീളുന്നു. ഇത് ഏതാണ്ട് 20ഓളം ഐറ്റംസ് ഉണ്ട്. ഇത് മഹാരാഷ്ട്ര, ആസാം, കർണാടക, തമിഴ്നാട്, കേരളത്തിൻ്റെ പല ഭാഗത്തെയും തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്. നമ്മുടെ കിട്ടിയതിനെ നമ്മൾ വിതച്ചു. അപ്പോൾ കുറേയേറെ കിട്ടുമല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ കൂടി ഇത് കൊടുക്കുമ്പോൾ അവർ കുറച്ചെങ്ങനെ അങ്ങനെ ഇതിൻ്റെ വ്യാപകമായ കൃഷി, ഔഷധ മൂല്യമുള്ള കൃഷി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തരിശായി കിടക്കുന്ന കരഭൂമിയിൽ ചെയ്യാനായിട്ട് സാധിക്കണം. കൃഷിക്ക് ആവശ്യമായ ജീവാമൃതം എന്ന വളം തയ്യാറാക്കുന്നതും അജയ്കുമാർ തന്നെ. 200 ലിറ്റർ വെള്ളത്തിൽ 10 കിലോ ചാണകവും 7 ലിറ്റർ ഗോമൂത്രവും 1 കിലോ പയറുപൊടി 1 കിലോ ശർക്കരയും, ഇതാണ് ഇതിൻ്റെ മിക്സ്. അപ്പോൾ ഇത് നമ്മൾ ക്ലോക്ക് വൈസാണ് കറക്കുന്നത്. 5 ദിവസം ഇത് കറക്കും. 7 ദിവസം വരെ കറക്കാം. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ക്ലോക്ക് വൈസ് 5 മിനിറ്റ് കറക്കണം. ആറന്മുള സ്വദേശി കർഷകൻ ഉത്തമനും കാർഷിക പരീക്ഷണങ്ങളിൽ അജയ്കുമാറിനൊപ്പമുണ്ട്. ഏറെ ഗുണങ്ങൾ നിറഞ്ഞതാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്ന വിത്തിനങ്ങൾ. അത് നമ്മുടെ ശരീരത്തിന്, കണ്ണിന് കാഴ്ചശക്തി കൂടുന്ന കറുപ്പുശാലി എന്ന നെൽവിത്തുകളുണ്ട്. അതുപോലെ തന്നെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനുള്ള ആസാമ്പിളായിക്കുന്ന നെൽവിത്തുണ്ട്. അതേപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ രക്തശാലി, ജീരകശാലി എന്ന ഇനങ്ങൾ, നമ്മുടെ പഴയ നാട്ടുരാജാവ് എന്നറിയപ്പെടുന്ന കടുകണ്ണി എന്ന വിത്ത് വരെ നമ്മളിവിടെ വിതച്ചിട്ടുണ്ട്. മാർച്ച് മാസം കാർഷികോത്സവത്തോടെ വിളവെടുപ്പ് നടത്താനാകുമെന്നാണ് പ്രതീക്ഷ. കാർഷിക സമൃദ്ധിയുടെ അത്യപൂർവ കാഴ്ചയാണിവിടെ. കൃഷിയെ ജീവശ്വാസമായി കരുതുന്ന ഒരു കൂട്ടം മനുഷ്യർ വേനൽക്കാലത്ത് തരിശുഭൂമിയിൽ സൃഷ്ടിച്ച ഒരു കാർഷികോത്സവം തന്നെ. ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം മിഥുൻ മുരളി, ജനം, പത്തനംതിട്ട.